വളർത്തുനായയുടെ ഉമിനീരിൽ നിന്നുണ്ടായ അണുബാധ മൂലം 56-കാരിക്ക് കൈകാലുകൾ നഷ്ടമായി. യുകെയിൽ നിന്നുള്ള മഞ്ജിത് സാങ്കയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. യുകെയിൽ ഇന്ത്യൻ വംശജയായ 56-കാരിയായ മഞ്ജിത് സംഖ്യയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത്. സെപ്സിസ് ബാധിച്ചതിനെ തുടർന്ന് ഇവരുടെ കൈകാലുകൾ മുറിച്ചു മാറ്റി. മഞ്ജിത്തിന്റെ ശരീരത്തിലുണ്ടായ മുറിവിൽ ഇവരുടെ തന്നെ വളർത്തുനായ നക്കിയതാണ് ഇതിന് കാരണമെന്ന് ഡോക്ടർമാർ പറയുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ മഞ്ജിത്തിന് ചെറിയ ശാരീരിക അസ്വസ്ഥതകളാണ് ആദ്യം അനുഭവപ്പെട്ടത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ശരീരം തണുത്തു മരവിക്കുകയും ചുണ്ടുകൾ നീല നിറമാവുകയും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ബോധരഹിതയായ ഇവരെ ഉടൻ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കിടെ പലതവണ ഹൃദയാഘാതം ഉണ്ടായെങ്കിലും അത്ഭുതകരമായി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നായയുടെയും പൂച്ചയുടെയും ഉമിനീരിലുള്ള ഒരുതരം ബാക്ടീരിയയാണ് ക്യാപ്റ്റോസെറ്റോഫാഗ കാനിമോസസ്. മൃഗങ്ങൾക്ക് ഇത് ദോഷകരമല്ലെങ്കിലും ഇത് മനുഷ്യന്റെ രക്തത്തിൽ പ്രവേശിച്ചാൽ അത് രൂക്ഷമായ സെപ്സിസ് അവസ്ഥയിലേക്ക് നയിക്കും. അണുബാധ ശരീരത്തിലാകെ പടരാൻ തുടങ്ങിയതോടെയാണ് മഞ്ജിത്തിന്റെ 2 കാലുകളും കാൽമുട്ടിന് താഴെയായി മുറിച്ചു മാറ്റേണ്ടി വന്നത്. പിന്നാലെ കൈകളും മുറിച്ചു മാറ്റി. സെപ്സിസ് എന്നത് ജീവന് ഭീഷണിയായ ഒരു അവസ്ഥയാണ്. അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കാനും മരണത്തിന് വരെയും കാരണമായേക്കാവുന്ന അവസ്ഥയാണ് സെപ്സിസ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.